ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന നമ്മൾ വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെറ്റൽ ബോക്സും അല്ലെങ്കിൽ PVC ബോക്സും കാര്യങ്ങളൊക്കെ എങ്ങനെ തേപ്പ് ഉള്ള ഭിത്തിയിലും ഇല്ലാത്ത ഭിത്തിയിലും നമുക്ക് എങ്ങനെ ഉറപ്പിക്കാമെന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു 18 മോഡുകളുടെ മെറ്റലിൻ്റെ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകളാണ് നിങ്ങൾ ഉറപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നോക്കുക. അതിലേക്ക് വന്നിരിക്കുന്ന സർക്യൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അതിലേക്ക് വന്നിരിക്കുന്ന DBയിൽ നിന്ന് വന്നിരിക്കുന്ന സർക്യൂട്ടുകൾ, അതുപോലെ തന്നെ ബെൻഡിട്ട് നേരെ താഴേക്ക് പോകുന്നതിന് ശേഷം കൺസീൽഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബോക്സുകളെല്ലാം തന്നെ വെക്കുന്നത്. ഇവിടെ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ SS ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. 18 മോഡുകളുടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ നോക്കൗട്ട് തന്നെ കറക്റ്റായിട്ട് കളയുന്നതാണ് ഏറ്റവും നല്ലത്. നേരെ കറക്റ്റ് എത്ര നോക്കൗട്ടുകൾ എന്ന് ഉദ്ദേശിച്ചിട്ട് എത്ര പൈപ്പുകളാണ് അതിലേക്ക് ഇറങ്ങുന്നത് അതിനനുസരിച്ചുള്ള പൈപ്പുകൾ കളയാൻ മാക്സിമം നമുക്കൊരു 4 എണ്ണം വരെയൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് നോക്കൗട്ട് സാധാരണ കിട്ടാറുണ്ട്. അതല്ലാതെ സൈഡുകളിൽ നിന്ന് നമുക്ക് കൊടുക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺസീൽ ചെയ്ത് ഉറപ്പിക്കുന്ന സമയത്ത് കണ്ട ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് തേപ്പ് കനം പുറത്തേക്ക് ഇടാൻ പാടുള്ളൂ. ഒരു ബോക്സ് ഉറപ്പിക്കുന്ന സമയത്ത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഇത്രയും തേപ്പ് കനം വയ്ക്കുക. ഒരുപാട് പുറത്തേക്കിട്ട് എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോക്സ് ഒരുപാട് പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തേപ്പ് കഴിഞ്ഞ്, അതായത് പ്ലാസ്റ്റിക്കും കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ബോക്സ് പുറത്ത് നിൽക്കുന്നൊരവസ്ഥയായിരിക്കും. പിന്നീട് നമ്മൾ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ബൾജ് ചെയ്ത് നിൽക്കും. അപ്പോൾ പിന്നീട് വരുമ്പോൾ നമുക്കത് ഗ്രൈൻഡ് ചെയ്ത് വലിയ ചെയ്യേണ്ടി വരും. ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ സ്ക്രൂകളും നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലിടുന്ന പാനലിലിടുന്ന അതിൻ്റെ ഫ്രണ്ട് ബോർഡിലിടുന്ന സ്വിച്ച് ബോർഡുകൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെക്കുന്ന സമയത്ത് ഒരുപാട് പുറത്തേക്ക് വെക്കാതെ എന്നാൽ ചേര വെച്ചാലും പ്രശ്നങ്ങളില്ല. ഇനി നമ്മളിത് തേച്ച ഭിത്തിയാണ്. തേച്ച ഭിത്തി നമുക്ക് എങ്ങനെ വെക്കണമെന്ന് നോക്കാം. അതായത് പഴയ വീടുകളൊക്കെ നിങ്ങൾ രണ്ടാമത് പൊളിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തേച്ച വെച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരേ ലെവലിൽ തേപ്പിൻ്റെ ഒരേ ലെവലിൽ വേണം നമ്മൾ ബോക്സ് വെക്കാനായിട്ട്. അതിനുശേഷം കുറച്ച് കുഴിച്ചകത്തേക്ക് പരിക്കിടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യുക. അതല്ലെങ്കിൽ തേപ്പ് ചെയ്യുന്ന മേസന്മാർ കാര്യങ്ങളെങ്കിൽ അവരെയും കൊണ്ട് നന്നായിട്ട് ക്ലിയർ ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, അത് തേപ്പുകാരെ വിളിച്ച് അവർ ക്ലിയർ ചെയ്യണം. തേപ്പുകാരെ വിളിച്ച് ക്ലിയർ ചെയ്ത് അതിൻ്റെ ലെവൽ കറക്റ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം ഏതൊരു ജോലിക്കും അവരുടേതായ മേഖലയിലുള്ള എക്സ്പെർട്ടുകളായ ആളുകൾ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുന്നത്. നമ്മളിത് കാര്യങ്ങളെല്ലാം ഉറപ്പിച്ച് കൊടുക്കുക. ആ മേസന്മാർ കാര്യങ്ങളെല്ലാം അവരെ കൊണ്ട് വിളിച്ച് എക്സ്പെർട്ടായ ആളുകളെ വിളിച്ചിട്ട് അവർ കറക്റ്റ് ലെവലിൽ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ തേപ്പ് ഇല്ലാത്ത ഭിത്തി നിങ്ങൾ കാണുന്ന സാധിക്കും. അതുപോലെ തന്നെ ഇത് നമ്മൾ തേക്കാത്ത ഭിത്തിയാണ്. തേക്കാത്ത ഭിത്തി സോളിഡിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളതിന് തേപ്പ് കനം ഇട്ടിട്ട് വേണം ബോക്സ് ഉറപ്പിക്കാനായിട്ട്. എന്നാൽ ഒരുപാട് വേണ്ട, കൂടി വന്നാൽ ജസ്റ്റ് 2 3 mm അല്ലെങ്കിൽ 3 മാക്സിമം ഒഴിക്കുന്ന 4 mm കൂടുതൽ ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 4 3 ഈ ലെവലിൽ നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ എല്ലാ ബോക്സുകളും ഇതും അതുപോലെ തന്നെ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത് തേപ്പ് കഴിഞ്ഞ ബോക്സാണ്. അതാകുമ്പോൾ തേപ്പിൻ്റെ സെയിം ലെവലിൽ നമ്മൾ ബോക്സ് ഉറപ്പിച്ച് ക്ലിയർ ചെയ്യണം. പിന്നെ നമ്മൾ ഉറപ്പിക്കുന്ന ബോക്സുകളെല്ലാം തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകളാകുമ്പോൾ ഒരിക്കലും തുരുമ്പെടുക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ ചെതലിൻ്റെ കാര്യങ്ങളൊന്നും വലിയ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വരുന്നതിനെ കുറിച്ചിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകളെ കുറിച്ച് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതല്ല, ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ വളരെ ചെറിയൊരു ഇൻഫർമേഷനാണ്, എന്നാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഇൻഫർമേഷനാണ്. തേക്കുന്ന സമയത്ത് തേപ്പിന് മുന്നേ നമുക്ക് ബോക്സ് ഉറപ്പിക്കുന്ന സമയത്ത് എങ്ങനെ ബോക്സ് ഉറപ്പിക്കണമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം തേപ്പ് കഴിഞ്ഞ ഭിത്തിയിൽ നമ്മൾ എങ്ങനെ ബോക്സ് ഉറപ്പിക്കണമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഇപ്പോൾ തന്നെ ലൈക്കും ചെയ്തേക്കുക. മാക്സിമം ആളുകൾക്ക് ലൈക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് എത്തട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.